പിന്നെ വരുന്നത് സ്ക്രംബാനാണ്. സ്ക്രമും ക്യാൻബാനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് സ്ക്രംബാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം സ്ക്രമ്മിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോസ്റ്റ്ലി ഫീച്ചേഴ്സിനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഫീച്ചേഴ്സ് ആൻഡ് യൂസർ സ്റ്റോറീസ്. ക്യാൻബാനിൽ നമ്മൾ കൂടുതലും ബഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഈ സ്ക്രംബാൻ ബോർഡിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഉള്ള റെപ്രസെൻറ്റേഷൻ വരുന്നത്. പിന്നെ വരുന്നത് സേഫ് ഫ്രെയിം വർക്കാണ്. സേഫ് ഫ്രെയിം വർക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത് തന്നെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് തമ്മിൽ തന്നെ ഭയങ്കര ഡിപ്പെൻഡൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഫീച്ചേഴ്സ് തമ്മിൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്, ഒത്തിരി കോംപ്ലക്സ് ആയ തിങ്സ് ഉണ്ട് യൂസർ സ്റ്റോറീസിലും ഫീച്ചേഴ്സിലും. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴും ഡിപ്പെൻഡൻസീസ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സേഫ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്. സ്ക്രീഫിൽ വരുന്ന ഒരു വിഷ്വലൈസേഷൻ ബോർഡാണ് ആർട്ട് ബോർഡ് എന്ന് പറയും. അജൈൽ റിലീസ് ട്രെയിൻ ബോർഡാണ്. അപ്പോൾ ഇതിൽ ആ ആർട്ടിൽ വരുന്ന അജൈൽ റിലീസ് ട്രെയിനിൽ വരുന്ന അണ്ടറിലുള്ള ഈവൻ പ്രോഡക്ട്സ് ആണെങ്കിലും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആണെങ്കിലും അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ആർട്ട് ബോർഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സേഫ് എന്ന് പറയുന്നത്.